ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. കുക്കറിൽ 5 മിനിറ്റ് തയ്യാറാക്കിയെടുക്കുന്ന ഒരു കിടിലൻ കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ അപാരമാണ് കേട്ടോ. നമുക്ക് സമയക്കുറവുണ്ടെങ്കിൽ ഇതുപോലെ കുക്കറിൽ തയ്യാറാക്കിയെടുക്കുന്ന കടലക്കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം ഒരു ചെറിയ ജാറിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു 4 വലിയ സവാള സ്ലൈസായി അരിഞ്ഞതും 2 മീഡിയം സൈസ് ടൊമാറ്റോയും അരിഞ്ഞതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് കുതിർത്ത കടല എടുക്കാം. ഇത് ഒരു ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത കടലയാണ്. ഇത് കറുത്ത കടലയാണ്. കറുത്ത കടലയ്ക്കാണ് ഏറ്റവും നല്ല ടേസ്റ്റും ഗുണവും ഉള്ളത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി ഒരു കുക്കർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുതിർത്ത കടല നമുക്കിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അതെല്ലാം കൂടി ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് നമുക്ക് ഈ കടലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ടൊമാറ്റോയും ഇട്ട് കൊടുക്കാവേ. ഇത് മീഡിയം സൈസ് 2 ടൊമാറ്റോയും പിന്നെ 4 മീഡിയം സൈസിലുള്ള സവാളയും സ്ലൈസായി അരിഞ്ഞതാണേ. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് സമയക്കുറവൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കടലക്കറിയാണ്. ടേസ്റ്റിലാണെങ്കിൽ ഒരു കുറവുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണേ. അത് 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ മുളക് പൊടി ഇടുന്നത് അതിൻ്റെ ഇരട്ടി ഇടണം കേട്ടോ മല്ലിപ്പൊടി. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഗരം മസാലയും എല്ലാം കൂടി ചേർത്ത് പൊടിച്ചതാണ്. ഗ്രാമ്പു, പട്ട, ഏലക്ക, ജാതിപത്രി, തക്കോലം എല്ലാം കൂടി ചേർത്ത് എടുത്തിട്ടുള്ള ഇത് ഗരം മസാലയാണ്. അത് ഒരു 1/2 ടീസ്പൂണിനും താഴെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറി ഒന്ന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാവേ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇതിലേക്ക് 1.5 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ വെളിച്ചെണ്ണ കുക്കറിൽ താളിച്ചതിന് ശേഷം പിന്നെ ഉള്ളിയും ടൊമാറ്റോയും എല്ലാം ഇട്ട് വഴറ്റിയെടുത്തിട്ട് കറി വെച്ചെടുക്കുന്ന രീതിയല്ല ഞാനിവിടെ കാണിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് ഞെരടിയെടുക്കും കേട്ടോ. ഈ ഞെരടലിലാണ് നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഞെരടലിൽ ഒരു ഉപേക്ഷയും വിചാരിക്കരുത് കേട്ടോ. നന്നായിട്ട് തന്നെ ഞെരടി കൊടുക്കുക. കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ബലം കൊടുത്ത് തന്നെ നന്നായിട്ട് ഞെരടിയെടുക്കുക. അപ്പോൾ ആ ഉള്ളിയുടെ നീരും ടൊമാറ്റോയുടെയൊക്കെ നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. അതുപോലെ തന്നെ ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ മസാല എല്ലാം കൂടി നന്നായിട്ട് കുഴഞ്ഞ് അതിലെല്ലാം നീരൊക്കെ ഇറങ്ങി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ കറിക്ക്. നന്നായിട്ട് ബെല്ലം കൊടുത്ത് തന്നെ നന്നായിട്ട് ആ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടണം. അതുവരെ നമുക്കിതുപോലെ തന്നെ നന്നായിട്ട് ഞെരടി കൊടുക്കാം. ഈ ഞെരടലിലാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ കറിയുടെ ടേസ്റ്റ്. അപ്പോൾ അതാ നന്നായിട്ട് ഞെരടി കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടലയ്ക്ക് മുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
നമ്മുടെ ഞെരടിയെടുത്ത കടലയുടെ മേൽഭാഗത്തായിട്ട് നിൽക്കണം നമ്മുടെ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം. അപ്പോൾ ദാ മൊത്തം ഞാൻ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊള്ളണം കേട്ടോ, ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന്, ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കിക്കൊള്ളണം. കുറവാണെങ്കിൽ കുറവുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയം. അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പും എരിവും ഒക്കെ നന്നായിട്ട് കറക്റ്റായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 8 വിസിൽ കേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഈ കറുത്ത കടലയാവുകൊണ്ട് നല്ല വേവുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ 8, 10 വിസിൽ കേൾപ്പിച്ചെടുക്കണം. എൻ്റെ കുക്കറിൽ 8 വിസിലൊക്കെ കേൾപ്പിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഓരോരുത്തരുടെയും കുക്കറിൻ്റെ വ്യത്യാസം പോലെ ഇരിക്കും കടലയുടെയൊക്കെ വേവ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വിസിൽ കേൾപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് 8 വിസിൽ കേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ 8 വിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്രഷർ മാറുന്നത് വരെ ഒന്ന് തുറക്കാതെ വെച്ചിരിക്കാം. അപ്പോൾ ഇതാ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ കടല നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണേ. കടലക്കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോഴും കടലക്കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ അവസരത്തിൽ നമുക്ക് ഒരു 2 പിടി തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നല്ല കട്ടിയുള്ള പാലായിട്ട് എടുത്തതാണ്. അതൊരു അരക്കപ്പ് കാണും കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് എണ്ണ തെളിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ് കേട്ടോ. നമുക്ക് സമയക്കുറവൊക്കെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ഇതുപോലെ കുക്കറിലിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഞെരടി വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്ത കടലയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ദാ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദാ നമ്മുടെ നെയ്യൊക്കെ ആ കടലയുടെ നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുവിയും കിട്ടിയിട്ടുണ്ട്. ഇത് അപ്പം, പുട്ട്, ഇടിയപ്പം, ദോശ എന്നിവയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്